കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ വരവോടെ അപ്രതീക്ഷിതമായി താരപദവി ലഭിച്ച മണ്ഡലമാണ് വയനാട്. 5 വർഷങ്ങൾക്കിപ്പുറം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയൊട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു VIP മണ്ഡലമായി വയനാട് മാറിയിരിക്കുന്നു. കാരണം വയനാട്ടിലെ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ തന്നെ. കോൺഗ്രസിനു വേണ്ടി വീണ്ടും രാഹുൽ ഗാന്ധി തന്നെ കളത്തിലിറങ്ങി. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വയനാടിന് ഒരു താരപദവി നൽകിയിരുന്നു. എന്നാൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി ആനി രാജ എത്തിയതോടെ 2 ദേശീയ നേതാക്കൾ, അതും ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവർ ചേരിതിരിഞ്ഞ് മത്സരിക്കുന്നത് ഒരു VIP പട്ടം വയനാടിന് സമ്മാനിച്ചു. അപ്രതീക്ഷിതമായുള്ള BJP സ്ഥാനാർത്ഥിയുടെ കടന്നുവരവും അതിന് പകിട്ടേകി. BJPയുടെ കെ സുരേന്ദ്രനും കൂടി എത്തിയതോടെ മത്സരരംഗം ഒന്ന് ചൂടുപിടിച്ചു. 2009 വയനാട് മണ്ഡലം നിലവിൽ വരുന്നത്. അന്നു മുതൽ കോൺഗ്രസിനോടാണ് വയനാട്ടുകാർ അനുഭാവം കാണിച്ചത്. കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പിലും വിജയം കോൺഗ്രസിനായിരുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, വണ്ടൂർ, ഏറനാട് എന്നിവയാണ് UDF അനുകൂല നിയമസഭാ മണ്ഡലങ്ങൾ. മാനന്തവാടി, തിരുവമ്പാടി, നിലമ്പൂർ എന്നിവ LDF മണ്ഡലങ്ങളാണ്. UDF ഉറച്ച കോട്ടയെന്ന് പറയാവുന്ന മണ്ഡലമാണ് വയനാട്. മണ്ഡലത്തിൽ ലീഗിനുള്ള സ്വാധീനം വളരെ ശക്തമാണ്. മലപ്പുറം, കോഴിക്കോട് എന്നിവയും കൂടി ഉൾപ്പെടുന്നതിനാൽ മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള മണ്ഡലമാണ് വയനാട്. ഏറനാട്, നിലമ്പൂർ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും. വയനാട് ജില്ലയുടെ 18% ഗോത്ര ആദിവാസി വിഭാഗമാണ്. സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ST സംവരണ മണ്ഡലങ്ങളാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയായതിനാൽ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. CAA, ഏക സിവിൽ കോഡ്, ഇസ്രായേൽ പലസ്തീൻ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളും തീർച്ചയായും ചർച്ചയുടെ ഭാഗമാകും. ഈ വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടുകൾ സ്വീകരിച്ചുവെന്ന് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. ന്യൂനപക്ഷ വിഷയങ്ങളിൽ CPM ഇത്തവണ പ്രതിഷേധങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുകയും മുസ്ലിം ലീഗ് അത് സ്വാഗതം ചെയ്യുകയും ചെയ്ത സാഹചര്യം നിലവിൽ മണ്ഡലത്തിലുണ്ട്. ഇത് മലബാറിലെ ന്യൂനപക്ഷത്തെ എത്രത്തോളം സ്വാധീനിച്ചുവെന്നാണ് ഇനി അറിയാനുള്ളത്. എന്നാൽ ഇത്തരം ആശങ്കകളെല്ലാം അകറ്റി വീണ്ടും രാഹുൽ ഗാന്ധിയുടെ പ്രഭാവലയം മണ്ഡലത്തിലെത്തിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. എന്നാൽ ഇത്തവണ വയനാട്ടിൽ BJP ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കെ സുരേന്ദ്രൻ പോരാടുന്നത്. ഇന്ത്യ മുന്നണിയിലെ 2 അംഗങ്ങൾ എതിർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുമ്പോൾ BJPക്ക് വോട്ടുമറിയാൻ സാധ്യതയുണ്ടെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ആ രീതിയിലാണ് മത്സരത്തിന്റെ പോക്കെങ്കിൽ BJP വയനാട്ടിൽ കുറഞ്ഞത് 2ാം സ്ഥാനമെങ്കിലും നേടുമെന്നാണ് പ്രവചനങ്ങൾ. 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമായി പോരാടുമ്പോൾ വയനാട് ആർക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടറിയാം.